ഹലോ, നമ്മൾ മാപ്ഷൂറിൻ്റെ കൂടെ ലക്ഷദ്വീപിലെ ടൂർ വന്നതായിരുന്നു. 4 ഡേയ്സിൻ്റെ പാക്കേജാണ്. 23rd ഫെബ്രുവരിനാണ് നമ്മളിവിടെ എത്തിയത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ആ ദിവസം ഫുൾ നമ്മൾ അഗത്തി സിറ്റി ടൂറായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഐലൻഡ് നമ്മൾ കവർ ചെയ്തു. നല്ല സ്റ്റേ, നല്ല ഹോംലി ഫുഡ്, എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാം അവർ കുക്ക് ചെയ്ത് ഹോട്ടായിട്ടായിരുന്നു എല്ലാം തന്നത്. നല്ല സർവീസ്. പിന്നെ നെക്സ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ ബംഗാരം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ബിഗിനേഴ്സിനും പോലും ഹൈ റെക്കമെൻഡഡ് ആണ്. ഭയങ്കര സേഫ്, നല്ല ട്രെയിനേഴ്സ്, നല്ല ടീമായിരുന്നു. ഒരു ഷിപ്പ് റെക്കിന്റെ ഏരിയയിൽ നമ്മൾ ബോട്ടിൽ പോയിട്ട് അവിടെ ആയിരുന്നു സ്നോക്ലിങ്ങിന്റെ എല്ലാ എക്സ്പീരിയൻസും. ഹൈലി റെക്കമെൻഡഡ് ആണ്. അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സോ എല്ലാവർക്കും അത് എടുക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ബംഗാരം ഐലൻഡിലേക്ക് പോയി. അതൊരു ലക്ഷറി വിസിറ്റ്, ഫോറിൻ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ വാക്ക് ചെയ്യാനും സ്ഥലമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്യാബ് എടുക്കാനാണെങ്കിൽ, വെഹിക്കിൾ എടുക്കാനാണെങ്കിൽ അങ്ങനെയും പോവാം. സോ അതും നല്ലതായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു നെക്സ്റ്റ് ഐലൻഡ് തിന്നക്കര. അവിടെ നിന്ന് നമ്മൾ ഫുഡ് സെയിം, ഹോംലി ഫുഡ് എല്ലാം സെയിം പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂബ ഡൈവിങ്ങിൽ പോയി. പിന്നെ ഒരു എക്സ്പീരിയൻസ് സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. നമ്മളുടെ ടീമിൽ എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു. പക്ഷേ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉള്ളത്. ഈവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിട്ട് എല്ലാവരും പോയി. ബിക്കോസ് നല്ല സപ്പോർട്ടായിരുന്നു ടീമിന്റെ. നല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതൊരു വേർഡ്സ് ഇല്ല, അത്രയും നല്ല എക്സ്പീരിയൻസ്. എന്തായാലും ഹൈലി റെക്കമെൻഡഡ് ആണ്. ഈവൻ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിലും ഭയങ്കര റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ലക്ഷദ്വീപ്. ബിക്കോസ് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാണ്ട്. അക്വാറ്റിക് ലൈഫ് ആണെങ്കിലും നമ്മളുടെ ലോക്കൽ ലൈഫ് ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫും ഭയങ്കര സ്വീറ്റ് പീപ്പിൾ. ഒന്നും ഒരു കുറവും പറയാനില്ല അവിടെ. സോ പിന്നെ നെക്സ്റ്റ് വേറൊരു ഹൈലൈറ്റ് വന്നിട്ട് ഈ ഗ്ലാസ് ബോട്ടാണ്. ഇപ്പം ഇൻ കേസ് ആർക്കെങ്കിലും സ്നോക്ലിങ്ങിനോ അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ്ങിനോ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ താഴെ വരെ കാണാൻ പറ്റും. എല്ലാ കോറൽ റീഫ്സും എല്ലാ ഫിഷസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതും നല്ലൊരു ഡ്യൂറേഷനും ഉണ്ട്. ഓൾമോസ്റ്റ് 1 മണിക്കൂറിന് മുകളിലുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ മാപ്ഷൂറിന്റെ കൂടെ ഒരു ലക്ഷദ്വീപ് ട്രിപ്പ് ഹൈലി റെക്കമെൻഡഡ്.